നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. സമീപകാലത്ത് ലോകരാജ്യങ്ങളിൽ ഒന്നും കാണാത്ത അനധികൃത കുടിയേറ്റ പ്രവാഹമാണ് പോയ വാരം സ്പെയിൻ നേരിട്ടത്. ഒരു സിനിമയിലെന്ന പോലെ ആയിരക്കണക്കിന് ആളുകൾ കടൽ കടന്ന സ്പെയിൻ അധീനതയിലുള്ള സെയൂട്ടിൽ പാഞ്ഞുകയറി. നഗരത്തിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ അമ്പരപ്പോടെയാണ് ലോകം കണ്ടത്. ഒരു തരത്തിലത് വിദേശ ആക്രമണത്തിന് സമാനമാണെന്നാണ് എങ്ങും ഉയരുന്ന വിമർശനം. സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടങ്ങുന്ന 60,000-ലേറെ പേരാണ് മൊറോക്കോ അതിർത്തി കടന്ന് ബലാത്കാരമായി സ്പെയിനിലേക്ക് കടന്നുകയറിയത്. തിക്കിലും തിരക്കിലും പെട്ടും കടലിൽ മുങ്ങിയും 67-ലേറെ കുടിയേറ്റക്കാർക്ക് ജീവഹാനി സംഭവിച്ചു. കുടിയേറ്റ പ്രവാഹത്തിൽ ഞെട്ടിയ സ്പെയിൻ സൈന്യത്തെ വിന്യസിച്ച് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയതോടെ കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷവും മൊറോക്കോയിലേക്ക് തിരിച്ചു മടങ്ങി. കുടിയേറ്റ സംഭവത്തിനു പിന്നാലെ യൂറോപ്പിൽ പുതിയ രാഷ്ട്രീയ നയതന്ത്ര തർക്കങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരിക്കുകയാണ് സ്പെയിനിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി യൂറോപ്യൻ രാജ്യങ്ങൾ. സംഭവത്തിന് പിന്നിൽ മൊറോക്കോയുടെ രാഷ്ട്രീയ സമ്മർദ്ദ തന്ത്രമാണെന്ന ആരോപണം ഉയർത്തിയാണ് സ്പെയിനിന്റെ പ്രതിരോധം. സ്പെയിനുമായുള്ള ഷെങ്കൻ അതിർത്തി ഉടമ്പടി താത്കാലികമായി മരവിപ്പിച്ച ഇറ്റലിയെ പിന്തുണച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ രംഗത്ത്. സെയൂട്ട് സംഭവത്തിനു പിന്നാലെ കുടിയേറ്റ നയം പൊളിച്ചെഴുതാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകുമോ എന്ന ആകാംക്ഷയിൽ ലോകം. ദുസ്വപ്ന അവസ്ഥയിൽ നിന്നും കുറ്റപ്പെടുത്തലിന്റെ സമ്മർദ്ദത്തിൽ നിന്നും യൂറോപ്യൻ രാജ്യമായ സ്പെയിൻ പതിയെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്തുന്നു. തങ്ങളുടെ നയങ്ങൾ തന്നെ കുന്തമുനയായി തിരിഞ്ഞ് കുത്തിയതിന്റെ മുറിപ്പാടിലായിരുന്നു സ്പെയിൻ. 10,000-കണക്കിന് അനധികൃത കുടിയേറ്റക്കാർ കടന്നുകയറിയതിനെ തുടർന്ന് സ്തംഭിച്ച സ്പെയിനിന്റെ നിയന്ത്രണ പ്രദേശമായ സെവൂട്ടയിലെ അതിർത്തിയുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് സ്പെയിൻ. കഴിഞ്ഞ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി 60,000-ലേറെ അനധികൃത കുടിയേറ്റക്കാരാണ് സ്പെയിനിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ നഗരമായ സെവൂട്ടയിൽ പാഞ്ഞെത്തിയത്. സ്പെയിനിന്റെ ഭാഗമാണെങ്കിലും ആഫ്രിക്കയുടെ വടക്കൻ തീരത്താണ് സെവൂട്ട. സെവൂട്ട കര അതിർത്തി പങ്കിടുന്നത് മൊറോക്കോയുമായി മാത്രമാണ്. അപ്രതീക്ഷിത കുടിയേറ്റ പ്രവാഹത്തിൽ ഞെട്ടിയ സ്പെയിൻ സൈന്യത്തെ വിന്യസിച്ചാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. കുടിയേറ്റക്കാരെ തടയാൻ അതിർത്തിയിൽ സുരക്ഷ കൂട്ടി. കടലിൽ ഫ്ലോട്ടിംഗ് ബാരിയറുകൾ സ്ഥാപിച്ചു. 87,000 ജനസംഖ്യയുള്ള സെവൂട്ടയിലേക്ക് 60,000 കുടിയേറ്റക്കാർ എത്തുകയായിരുന്നു. നഗരത്തിന് ഇത്രയും വലിയ കുടിയേറ്റ സമ്മർദ്ദം താങ്ങാനായില്ലെന്ന് സെവൂട്ട പ്രസിഡന്റ് ഹുവാൻ ഹെസൂസ് വിവാസ് പറഞ്ഞു. സെവൂട്ടയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ കടലിൽ മുങ്ങിയും മൊറോക്കോ അതിർത്തിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 67-ലേറെ പേർ മരിച്ചു. മരിച്ചവരിൽ കൂടുതലും ചെറുപ്പക്കാരാണ്. ദിവസങ്ങളോളം കടലിൽ നീന്തിയും കരയിലൂടെ നടന്നുമെത്തിയ ഭൂരിഭാഗം പേരും കടുത്ത തളർച്ചയിലായിരുന്നു. മൊറോക്കോയിലെ തൊഴിലില്ലായ്മയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുമാണ് തങ്ങളെ യൂറോപ്പിലേക്ക് കുടിയേറാൻ പ്രേരിപ്പിച്ചതെന്ന് അവർ പറഞ്ഞു. പോലീസിന്റെ കടുത്ത ഇടപെടലുകൾക്കിടയിലും ചില പ്രദേശവാസികളും കച്ചവടക്കാരും തളർന്നുവീണ അഭയാർത്ഥികൾക്ക് കുടിവെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന കാഴ്ചകളും നഗരത്തിൽ ദൃശ്യമായിരുന്നു. അഭയവും ഭക്ഷണവും ലഭിക്കില്ലെന്ന് മനസ്സിലായതോടെ 50,000-ഓളം കുടിയേറ്റക്കാർ മൊറോക്കോയിലേക്ക് തിരിച്ചു മടങ്ങിയതായി സ്പെയിൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവരും മുതിർന്നവർ ഒപ്പമില്ലാത്ത കുട്ടികളുമായി 2,000-ഓളം പേർ സെവൂട്ട പ്രാദേശിക അധികൃതരുടെ സംരക്ഷണയിലാണിപ്പോൾ. സ്പാനിഷ് നിയമങ്ങൾ പ്രകാരം അഭയാർത്ഥികളായ എല്ലാ കുട്ടികളെയും എളുപ്പം തിരിച്ചയക്കാൻ കഴിയില്ല. മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടി യൂറോപ്പിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന അഭയാർത്ഥികളുടെ പ്രധാന പ്രവേശന കവാടമാണ് സ്പെയിൻ. കടൽ മാർഗമെത്തുന്ന അഭയാർത്ഥികളെ നിയമപരമായ നടപടിക്രമങ്ങളില്ലാതെ ഉടനടി തിരിച്ചയക്കുന്നത് തടഞ്ഞുകൊണ്ട് ഈ മാസം ആദ്യം സ്പാനിഷ് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇതാണ് അഭയാർത്ഥികളുടെ കുത്തൊഴുക്കിന് കാരണമെന്ന് സെവൂട്ട അധികൃതർ ആരോപിച്ചു. സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും ആഭ്യന്തരമന്ത്രി ഫെർണാണ്ടോ ഗ്രാൻഡെ മാർലാസ്കയും സെവൂട്ട സന്ദർശിച്ചു. ആയിരക്കണക്കിന് അഭയാർത്ഥികളാണ് അതിർത്തി കടക്കുന്നതെന്നും അതിർത്തി പൂർണ്ണമായും തകർന്നതായും സെവൂട്ട അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സ്പെയിൻ സിവിൽ ഗാർഡ് ഉദ്യോഗസ്ഥരുടെ അസോസിയേഷൻ തലവൻ റാഷിദ് സ്പിഹി പറഞ്ഞു. സെവൂട്ടയിലേക്ക് മൊറോക്കോയിൽ നിന്ന് വൻതോതിൽ അനധികൃത കുടിയേറ്റക്കാർ കടന്നുകയറിയതിനെ തുടർന്ന് യൂറോപ്യൻ യൂണിയനിൽ നയതന്ത്ര ഭിന്നത രൂക്ഷമായി.
സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സ്പെയിനുമായുള്ള സ്വതന്ത്ര യാത്രാ കരാറായ ഷെൻഗൻ അതിർത്തി ഉടമ്പടി താത്കാലികമായി ഇറ്റലി മരവിപ്പിച്ചു. അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ സ്പെയിൻ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഈ കടുത്ത നിലപാട് സ്വീകരിച്ചത്. ഇതോടെ സ്പെയിനിൽ നിന്നുള്ളവരെ ഇറ്റലിയുടെ കടൽ, വ്യോമ പ്രവേശന കേന്ദ്രങ്ങളിൽ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കും. യൂറോപ്പിലെ 29 രാജ്യങ്ങൾക്കിടയിൽ പാസ്പോർട്ടോ മറ്റ് അതിർത്തി പരിശോധനകളോ ഇല്ലാതെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്ന സംവിധാനമാണ് ഷെൻഗൻ ഏരിയ. അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിൽ പുതിയ രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകൾക്കും വഴിയൊരുക്കി. സംഭവത്തിനു പിന്നിൽ മൊറോക്കോയുടെ രാഷ്ട്രീയ സമ്മർദ്ദതന്ത്രമാണെന്ന ആരോപണം സ്പെയിനിൽ ശക്തമാക്കി. വൻ ജനപ്രവാഹം അതിർത്തിയിലെത്തുന്നതിന് തൊട്ടുമുൻപ് മൊറോക്കൻ അതിർത്തി സുരക്ഷാ സേനയുടെ വിന്യാസത്തിൽ മാറ്റം വന്നതായി സ്പാനിഷ് സുരക്ഷാ വൃത്തങ്ങൾ ആരോപിച്ചു. അതിർത്തി കടക്കാൻ മൊറോക്കൻ അധികൃതർ തടസ്സം സൃഷ്ടിച്ചില്ലെന്നും ചിലർക്ക് സ്പെയിനിലേക്ക് കടക്കാൻ പ്രോത്സാഹനം ലഭിച്ചതായും അഭയാർത്ഥികൾ പറഞ്ഞതിനെ വെച്ചാണ് സ്പെയിനിന്റെ പ്രതിരോധം. ഈ ആരോപണത്തെ മൊറോക്കോ എതിർത്തിട്ടുണ്ട്. അതേസമയം സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസിന്റെ അൾജീരിയ സന്ദർശനത്തിന് ശേഷമാണ് കുടിയേറ്റ പ്രവാഹ സംഭവം അരങ്ങേറിയതെന്നും പറയപ്പെടുന്നു. പടിഞ്ഞാറൻ സഹാറ വിഷയത്തിൽ സ്പെയിനും മൊറോക്കോയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയുടെ തുടർച്ചയാണ് അഭയാർത്ഥികളെ തള്ളിവിട്ടതെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി യൂറോപ്യൻ യൂണിയന്റെ അതിർത്തി സംരക്ഷണ ഏജൻസിയായ ഫ്രോണ്ടെക്സ് സ്പെയിനിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു. അതേസമയം അനിയന്ത്രിതമായ കുടിയേറ്റം യൂറോപ്പിന്റെ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും സ്പെയിനിന്റെ അയഞ്ഞ നിലപാടുകൾ മനുഷ്യക്കടത്തുകാർക്ക് വഴിയൊരുക്കുകയാണെന്നും ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ തജാനി ആരോപിച്ചു. അതിർത്തി സുരക്ഷയും നിയമവിരുദ്ധ കുടിയേറ്റവും സംബന്ധിച്ച വിഷയത്തിൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ സ്പെയിനിനോട് വിശദീകരണം തേടുകയും അതിർത്തി നിയന്ത്രണം ശക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെ പുറം അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രിഡ്രീഷ് മെർസ് പറഞ്ഞു. നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്നവരെ ബന്ധപ്പെട്ട രാജ്യങ്ങൾ തിരിച്ചെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയന്റെ അതിർത്തികളുടെ സുരക്ഷ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യവും വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ആവർത്തിച്ചു. അതിർത്തി സുരക്ഷയിൽ വീഴ്ച വരുത്തുന്ന രാജ്യങ്ങൾക്കെതിരെ കർശന നടപടികൾ വേണമെന്ന് ഫിൻലൻഡ് ആഭ്യന്തരമന്ത്രി മാരി രന്താനൻ അഭിപ്രായപ്പെട്ടു. 2015 അഭയാർത്ഥി പ്രതിസന്ധി ആവർത്തിക്കാതിരിക്കാൻ അതിർത്തി നിയന്ത്രണത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനും പറഞ്ഞു. യൂറോപ്യൻ യൂണിയന്റെ നിയമങ്ങൾ പാലിക്കാതെ ആർക്കും അംഗരാജ്യങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കാനാവില്ലെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ അഭിപ്രായപ്പെട്ടു. മനുഷ്യക്കടത്ത് ശൃംഖലകൾക്കെതിരെ സംയുക്ത നടപടി ശക്തമാക്കാനും അംഗരാജ്യങ്ങളോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. എന്തായാലും സെവൂട്ട സംഭവം മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും നയങ്ങളിൽ മാറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റത്തെ എതിർക്കുന്ന തീവ്ര വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിക്കുന്ന പശ്ചാത്തലത്തിൽ. യൂറോപ്പിൽ മാത്രമല്ല, ആഫ്രിക്കൻ വൻകരയിലും കുടിയേറ്റ വിരുദ്ധത കലാപ തീയായി മാറുകയാണ്. വർണ്ണവിവേചനത്തിനെതിരായ പോരാട്ടത്തിൽ ലോകം മാതൃകയാക്കിയ രാജ്യമായിരുന്ന ദക്ഷിണാഫ്രിക്കയിൽ ഇന്ന് അതെല്ലാം പഴങ്കഥയാണ്. നെൽസൺ മണ്ടേലയുടെ നേതൃത്വത്തിൽ നടന്ന വിവേചന പോരാട്ടത്തിന് പിരിവെടുത്ത് സഹായിച്ച അയൽ രാജ്യങ്ങളിലെ പൗരന്മാരെ കുടിയേറ്റത്തിന്റെ പേരിൽ ആട്ടിയോടിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക. കുടിയേറ്റ വിരുദ്ധത പ്രക്ഷോഭം അക്രമാസക്തമായപ്പോൾ ജീവൻ നഷ്ടമായത് 60-ലേറെ പേർക്ക്. കുടിയേറ്റക്കാർ തങ്ങളുടെ തൊഴിലവസരങ്ങളും ജീവിത സാഹചര്യങ്ങളും കവരുന്നുവെന്ന ആരോപണം ഉയർത്തിയാണ് പ്രക്ഷോഭം. കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധത്തിന്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്നത് രക്തമംഗലമായ ആക്രമണത്തിന്റെ കാരണങ്ങളെക്കുറിച്ചാണ് അടുത്ത വാർത്തയിൽ പറയുന്നത്. വർണ്ണവിവേചനത്തെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചും കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് ദക്ഷിണാഫ്രിക്കയെയും നെൽസൺ മണ്ടേലയെയുമാണ്. മണ്ടേലയും അനുയായികളും വർണ്ണവിവേചനത്തിനെതിരെ പോരാടി വിജയിച്ച കഥ ലോകത്തിനാകെ ഇന്നും പ്രചോദനമാണ്. എന്നാൽ ഇന്നിപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ സാഹചര്യമാകെ മാറി. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിൽ അശാന്തിയിലാണ് ദക്ഷിണാഫ്രിക്ക. പലയിടത്തും പ്രക്ഷോഭം കലാപമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആക്രമണത്തിൽ നിരവധി കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു. തദ്ദേശീയരിൽ ചിലർക്കും ജീവഹാനി സംഭവിച്ചു. അമ്പും വില്ലും തുടങ്ങി മറ്റ് മാരക ആയുധങ്ങളുമായി ആക്രോശിച്ചെത്തുന്ന ജനക്കൂട്ടം.
വിദേശികൾ താമസിക്കുന്ന വീടുകളിൽ ഇരച്ചുകയറിയാണ് ആക്രമണം നടത്തുന്നത്. രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെയാണ് സംഘടിച്ചെത്തുന്നവർ ലക്ഷ്യമിടുന്നത്. കുടിയേറ്റക്കാരാണെന്ന് സംശയിക്കുന്ന നിരവധി പേരെ പിടികൂടി പോലീസിന് കൈമാറുന്നതും ജനക്കൂട്ടമാണ്. തങ്ങളുടെ മുൻ തലമുറ അനുഭവിച്ച അസ്വാതന്ത്ര്യത്തിന്റെയും അസ്തിത്വമില്ലായ്മയുടെയും ഇരുണ്ട കാലം മറയ്ക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ പുതിയ തലമുറയും ഭരണകൂടവും. വർണ്ണവിവേചന പോരാട്ടകാലത്ത് അന്നം കൊടുത്തും ആയുധം കൊടുത്തും സംരക്ഷിച്ച് ഒപ്പം നിന്ന അയൽരാജ്യങ്ങളിലെ ജനങ്ങളെയും അവരുടെ പിൻതലമുറക്കാരെയുമാണ് ആട്ടിയോടിക്കുന്നത്. ഇല്ലായ്മയുടെ കാലത്ത് സഹായിച്ചവരെ പാടെ മറന്ന് കുടിയേറ്റ വിരുദ്ധ സമരത്തിന്റെ മറവിൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് അന്താരാഷ്ട്ര സംഘടനകളും മുന്നറിയിപ്പ് നൽകുന്നു. തൊഴിൽ തേടി ദക്ഷിണാഫ്രിക്കയിലെത്തിയ മറ്റ് ആഫ്രിക്കൻ രാജ്യക്കാരെ ലക്ഷ്യമിട്ടുള്ള പ്രതിഷേധം ശക്തി പ്രാപിക്കുന്നത് ഇക്കഴിഞ്ഞ ഏപ്രിൽ മുതലാണ്. അനധികൃത കുടിയേറ്റക്കാർ രാജ്യം വിടണം എന്ന അന്ത്യശാസനമായിരുന്നു രാജ്യമെങ്ങും നടന്ന പ്രതിഷേധ റാലികളിലെ പ്രധാന മുദ്രാവാക്യം. മാർച്ച് ആൻഡ് മാർച്ച് എന്ന സംഘടനയാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുന്നത്. മൊസാംബിക്, സിംബാബ്വെ, മലാവി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയാണ് കുടിയേറ്റക്കാർ എന്ന മുദ്രകുത്തി ആട്ടിയിറക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് എത്തപ്പെട്ടവരോട് മാത്രമല്ല പരദേശി വിദ്വേഷം. ഇന്ത്യയടക്കം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എത്തിയവരും ഇരകളാകുന്നുണ്ട്. തങ്ങളും ആൾക്കൂട്ട വിചാരണയ്ക്കോ മർദ്ദനത്തിനോ വിധേയമാകാമെന്ന ഭയപ്പാടിലാണ് നിയമപരമായി ദക്ഷിണാഫ്രിക്കയിലെത്തിയവരും. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ രേഖകളൊന്നുമില്ലാതെ രാജ്യത്ത് കഴിയുന്നവർക്കെതിരെയുള്ള രോഷം എന്ന് പറഞ്ഞാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ന്യായീകരിക്കുന്നത്. എന്നാൽ സത്യം അതല്ലെന്നും അന്യദേശക്കാരോടുള്ള വിദ്വേഷമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ആക്രമണത്തിന് ഇരയാകുന്നവർ പറയുന്നു. ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തിൽ ഏതാണ്ട് 20 സംഘടനകളുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ പല ഗ്രൂപ്പുകൾക്കും ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയുണ്ട്. മുൻ പ്രസിഡന്റ് ജേക്കബ് സുമയുടെ MK പാർട്ടി, ഹെർമൻ മഷാബയുടെ ആക്ഷൻ സൗത്ത് ആഫ്രിക്ക പാർട്ടി തുടങ്ങിയവരുടെ തണലിൽ അക്രമികൾ വിദേശികൾക്കെതിരെ അഴിഞ്ഞാടുകയാണ്. ദക്ഷിണാഫ്രിക്കൻ ജനത, പ്രത്യേകിച്ച് യുവാക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് തൊഴിലില്ലായ്മ. കുടിയേറ്റക്കാർ തങ്ങൾക്ക് അവകാശപ്പെട്ട തൊഴിലവസരങ്ങൾ അപഹരിക്കുന്നുവെന്ന് പറഞ്ഞാണ് വിദേശ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വമില്ലായ്മയും ചെറുനഗരങ്ങളിലെ ആരോഗ്യ പരിപാലനവും വൈദ്യുതിയുടെയുമെല്ലാം അപര്യാപ്തതയ്ക്ക് കാരണം കുടിയേറ്റക്കാരിൽ ചുമത്തി വിദ്വേഷം ആളിക്കത്തിക്കുന്നതിന് പിന്നിൽ പ്രതിപക്ഷ പാർട്ടികളുമുണ്ട്. ചെറിയ പട്ടണങ്ങളിലെ പ്രധാന വരുമാനമാർഗമായ കച്ചവട സ്ഥാപനങ്ങളിൽ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നത് കുടിയേറ്റക്കാരുടെ പിൻതലമുറക്കാരുടേതാണെന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. ഈ സാമ്പത്തിക അസന്തുലിതാവസ്ഥകൾ കുടിയേറ്റക്കാരുടെ പിൻതലമുറക്കാരോടുള്ള വിദ്വേഷ വികാരം ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വ്യവസായ പുരോഗതിയുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. സാമ്പത്തിക ഭദ്രതയും തൊഴിൽ സുരക്ഷാ നിയമങ്ങളും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങളും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക മുന്നിലാണ്. അതുകൊണ്ടാണ് അയൽ രാജ്യങ്ങളിൽ നിന്നും മറ്റും മികച്ച ജീവിത സാഹചര്യം തേടി അനേകം പേർ ദക്ഷിണാഫ്രിക്കയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നത്. കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം ശക്തമായതോടെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളും ദക്ഷിണാഫ്രിക്കയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിരിക്കുകയാണ്. ചിലരുടെ രാഷ്ട്രീയ മോഹമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആരോപിച്ചു. ആഫ്രിക്കൻ യൂണിയനായി ശക്തമായി വാദിക്കുകയും അന്താരാഷ്ട്ര സംഘടനകളിൽ സജീവമാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദക്ഷിണാഫ്രിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം. ദക്ഷിണാഫ്രിക്കയിലെ മൊത്തം ജനസംഖ്യ 6.54 കോടിയിലേറെ വരും. അതിൽ 40 ലക്ഷത്തോളം മാത്രമാണ് കുടിയേറ്റക്കാരും അവരുടെ പിൻതലമുറക്കാരും. മറ്റ് രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുടിയേറ്റക്കാരുടെ ഈ സംഖ്യ വളരെ കുറവാണ്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം അനധികൃത താമസക്കാരെ രാജ്യത്തുനിന്ന് മടക്കി അയച്ചതായി ഭരണകൂടം പറയുന്നു. രേഖകളൊന്നുമില്ലാതെ അതിർത്തിയിലെത്തിയ 5 ലക്ഷത്തോളം വിദേശ രാജ്യക്കാരെ തിരിച്ചയച്ചുവെന്ന കണക്കും സർക്കാർ നിരത്തുന്നുണ്ട്. ഇത് ശരിയായ കണക്കല്ലെന്നും രേഖകളൊന്നുമില്ലാതെ താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും കുടിയേറ്റ വിരുദ്ധർ ആരോപിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ 40% പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ മാത്രം വരുമാനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനസംഖ്യയുടെ ചെറിയ ശതമാനം മാത്രം വരുന്ന മറ്റ് രാജ്യക്കാർ ദക്ഷിണാഫ്രിക്ക നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരല്ല എന്നതാണ് യാഥാർത്ഥ്യം.
മാത്രവുമല്ല, ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും വർക്ക്ഷോപ്പുകളും വഴിയോര കച്ചവടങ്ങൾ നടത്തിയും ദക്ഷിണാഫ്രിക്കയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നവരാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ. 2008 ശേഷം വിദേശി വിദ്വേഷം ആളിക്കത്തുന്നത് ഇപ്പോഴാണ്. അന്നത്തെ കലാപത്തിൽ 62 പേരാണ് കൊല്ലപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾക്കാണ് വീടും സ്വത്തും നഷ്ടപ്പെട്ടത്. 2015 ശേഷം തുടർച്ചയായി 3 വർഷത്തോളം നൈജീരിയയിൽ വിധേയരായി. ഓപ്പറേഷൻ ഡുഡുലു പോലുള്ള തീവ്ര നിലപാടുള്ള സംഘങ്ങൾ തെരുവിൽ അഴിഞ്ഞാടിയതും ഇതേ കാലയളവിലാണ്. ഇതിനെ തുടർന്ന് മൊസാംബിക്, നൈജീരിയ, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളുമായുണ്ടായ നയതന്ത്ര ബന്ധ തകർച്ച ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ നടക്കുന്ന ആക്രമണ പരമ്പരകൾ കാരണം ഘാന, മലാവി, കെനിയ, കോങ്കോ, സോമാലിയ, എത്യോപ്യ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ദക്ഷിണാഫ്രിക്ക വിടാൻ മുന്നറിയിപ്പ് നൽകുകയും ഒഴിപ്പിക്കുകയും ചെയ്തു. വർണ്ണവിവേചനത്തിനെതിരെ ഒന്നിച്ചു പോരാടിയ കാലം ദക്ഷിണാഫ്രിക്ക മറന്നുപോയി എന്നാണ് ഈ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അതേസമയം കുടിയേറ്റക്കാർക്കെതിരെയുള്ള അതിക്രമത്തെ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ വിമർശിച്ചു. പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിലും മറ്റുള്ളവരുടെ ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടാക്കുന്നവരെ വെറുതെ വിടില്ലെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരുടെ നേതാക്കളുമായി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസെ ചർച്ച നടത്തുകയുണ്ടായി. രാജ്യത്തിന്റെ അതിർത്തികൾ കുടിയേറ്റക്കാരിൽ നിന്ന് സുരക്ഷിതമാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചതായി പ്രസിഡന്റ് സമ്മതിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കുടിയേറ്റക്കാരല്ലെന്നും ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ചിലർ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും റാമഫോസെ കുറ്റപ്പെടുത്തി. അടുത്തിടെയായി അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗമാകാനും രാജ്യാന്തര വേദികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കാനും ശ്രമിക്കുന്നതിനിടയിലാണ് വർണ്ണവിവേചന കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ആളിക്കത്തുന്നത്. വികസിതവും അവികസിത രാജ്യങ്ങളുമടങ്ങുന്ന ഗ്ലോബൽ സൗത്തിന്റെ വക്താക്കളിൽ ഒരാളെന്ന നിലയിൽ ദക്ഷിണാഫ്രിക്ക അഭിമാനം കൊള്ളുമ്പോൾ മറുവശത്ത് കുടിയേറ്റക്കാരെ ആട്ടിയോടിക്കുന്ന ദൃശ്യങ്ങളാണ് ലോകമെങ്ങും പ്രചരിക്കുന്നത്. ആഫ്രിക്കൻ യൂണിയൻ എന്ന ആശയത്തിനായി ഏറ്റവും ശക്തമായി വാദിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അതേ രാജ്യത്ത് നിന്ന് ആഫ്രിക്കൻ വൻകരയിലെ മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരെ പുറത്താക്കുന്നത് ഇരട്ടത്താപ്പല്ലേ എന്നും വിമർശനം ഉയരുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്കെല്ലാം ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ആഗോള സമൂഹത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ച് ബ്രിക്സ്, G20 തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര സംഘടനകളിൽ അംഗമായിക്കൊണ്ട് ലോകത്ത് തങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ. കമ്മ്യൂണിസ്റ്റ് ആശയം മുൻനിർത്തി വിപ്ലവം പറഞ്ഞാണ് നിക്കരാഗ്വയിൽ ഡാനിയേൽ ഒർട്ടഗ അധികാരത്തിലെത്തിയത്. അധികാരത്തിന്റെ സുഖസൗകര്യത്തിൽ ഇടതുപോരാളിയിൽ നിന്ന് ഏകാധിപതിയിലേക്ക് കൂടുമാറിയ ഒർട്ടഗ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ അവസാന വെളിച്ചവും കെടുത്തുകയാണ്. രാജ്യത്തിനി തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷ നേതാക്കൾക്കും വിമർശകർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ലെന്നുമുള്ള ഭരണഘടനാ ഭേദഗതി പ്രഖ്യാപിച്ചത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് കാലാവധി നീട്ടിയ ഒർട്ടഗ ഭാര്യയെ ആജീവനാന്ത സഹപ്രസിഡന്റുമാക്കി. രാജ്യഭരണം സ്വന്തം കുടുംബത്തിന്റെ അവകാശമാക്കി മാറ്റി. ഏകാധിപത്യ ഭരണത്തിൽ ശ്വാസം മുട്ടുന്ന നിക്കരാഗ്വയിൽ ഡാനിയേൽ ഒർട്ടഗയെ കാത്തിരിക്കുന്ന അന്ത്യവിധി എന്താണ്? എല്ലാം നിരീക്ഷിച്ച് മൗനം നടിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? അറിയാം അടുത്ത വാർത്തയിലൂടെ. മധ്യ അമേരിക്കൻ രാജ്യമായ നിക്കരാഗ്വയിൽ ഏറെക്കാലമായി നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതിയായ ഡാനിയേൽ ഒർട്ടേഗയുടെ ഭരണമാണ്. ആ ഏകാധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഭരണഘടനാ ഭേദഗതികളും തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് ഒർട്ടേഗ. ഇക്കഴിഞ്ഞ ജൂലൈ 19 ഡാനിയേൽ ഒർട്ടേഗ നടത്തിയ പ്രസ്താവന അസാധാരണ സ്ഥിതിവിശേഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1979 തന്നെ അധികാരത്തിലെത്തിച്ച സാൻഡിനിസ്റ്റ വിപ്ലവത്തിന്റെ വാർഷികത്തിലാണ് ഒർട്ടേഗ ഒരിക്കൽ കൂടി താനൊരു തികഞ്ഞ ഏകാധിപതിയാണെന്ന് തെളിയിച്ചത്. തിരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ഒർട്ടേഗ ഇനി രാജ്യത്ത് തിരഞ്ഞെടുപ്പുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചത് ആഗോള സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തെ പൂർണ്ണമായും നിരോധിക്കും വിധം പ്രതിപക്ഷ കക്ഷികൾ മറന്നേക്കുക, ഇവിടെ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല, അവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല എന്നായിരുന്നു ഒർട്ടേഗയുടെ വാക്കുകൾ. കൂടാതെ രാജ്യദ്രോഹികൾക്കും സർക്കാരിനെതിരെ അട്ടിമറി നീക്കം നടത്തുന്നവർക്കുമെതിരെ ശക്തമായ നിയമനിർമ്മാണം പാർലമെന്റായ നാഷണൽ അസംബ്ലി പാസാക്കുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി. 2026 അവസാനത്തോടെ നടക്കേണ്ടിയിരുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വിവാദപരമായ ഭരണഘടനാ ഭേദഗതിയിലൂടെ
2027 നീട്ടിയതിന് പിന്നാലെയാണ് ഒർട്ടേഗയുടെ പുതിയ നീക്കം. ഭാര്യയും സഹപ്രസിഡന്റുമായ റൊസാരിയോ മുറില്ലോയോടൊപ്പം രാജ്യത്തിൻ്റെ അധികാരം പൂർണ്ണമായും കൈപ്പിടിയിൽ നിർത്താനുള്ള ശ്രമമായാണ് ഒർട്ടേഗയുടെ പുതിയ പ്രഖ്യാപനത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പ്രസിഡന്റിന്റെ കാലാവധി 6 വർഷത്തിൽ നിന്ന് 7 വർഷമായി ഉയർത്താനാണ് നിർദ്ദേശം. മുൻപിത് 5 വർഷമായിരുന്നു. ഭേദഗതിയിലൂടെ കഴിഞ്ഞ വർഷം 6 വർഷമാക്കുകയും ഭാര്യ റൊസാരിയോ മുറില്ലോയെ കോ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയുമായിരുന്നു. 6 വർഷത്തെ കാലാവധി 2026 കഴിയേണ്ടതായിരുന്നു. എന്നാൽ പുതിയ നീക്കത്തിലൂടെ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. അതിനുശേഷവും അധികാരത്തിൽ തുടരാനാണ് പ്രതിപക്ഷ നേതാക്കൾക്ക് വിലക്കേർപ്പെടുത്തിയത്. പ്രതിപക്ഷ നേതാക്കളെ രാജ്യദ്രോഹികളെന്നും അട്ടിമറിക്കാരെന്നും മുദ്രകുത്തിയാണ് ഒർട്ടേഗ തൻ്റെ ഏകാധിപത്യം അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. രാജ്യദ്രോഹികൾക്ക് ഭാവിയിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ അനുവദിക്കാത്ത വിധത്തിലാണ് ഭരണഘടനാ ഭേദഗതി. ഒർട്ടേഗ മുന്നോട്ട് വച്ച ഭേദഗതി സെപ്റ്റംബറോടെ പാർലമെന്റ് പാസാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭാവിയിൽ തിരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കങ്ങളാണ് ഒർട്ടേഗ നടത്തുന്നത്. പ്രതിപക്ഷം അധികാരം പിടിച്ചെടുക്കുന്നത് തടയാൻ തിരഞ്ഞെടുപ്പുകൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഒർട്ടേഗ ഇതിനു മുൻപും നിരവധി തവണ വെളിപ്പെടുത്തിയിരുന്നു. 2018 ഏപ്രിലിൽ നടന്ന ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം രാജ്യത്തെ സിവിൽ സമൂഹത്തിനും രാഷ്ട്രീയ എതിരാളികൾക്കുമെതിരെ ശക്തമായ നടപടികളാണ് ഒർട്ടേഗ സ്വീകരിച്ചു വരുന്നത്. എതിരാളികളെ അമേരിക്കൻ പിന്തുണയുള്ള ഗൂഢാലോചനക്കാരെന്നും രാജ്യദ്രോഹികളുമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. നിക്കരാഗ്വയിലെ പുതിയ ഭരണഘടനാ ഭേദഗതി നീക്കത്തെ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ഐക്യരാഷ്ട്രസഭ തുടങ്ങിയവർ അപലപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഉപരോധങ്ങളും രൂക്ഷമായ വിമർശനങ്ങളും നേരിടുമ്പോഴും റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെയാണ് ഒർട്ടേഗ ഭരണം തുടരുന്നത്. ലോകമെമ്പാടുമുള്ള ജനാധിപത്യത്തെ നിരീക്ഷിക്കുന്ന വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി അഥവാ വീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരം ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂടം അധികാരത്തിലിരിക്കുന്നത് നിക്കരാഗ്വയിലാണെന്നാണ്. ജനാധിപത്യത്തെ പൂർണ്ണമായും നിരോധിക്കും വിധം പ്രസിഡന്റ് ഡാനിയൽ ഒർട്ടേഗ നടത്തിയ പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഒർട്ടേഗയുടെ സ്വേച്ഛാധിപത്യ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണവുമായി റൂട്ടാ ഡെൽ കാംബിയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവും മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഫെലിക്സ് മർദിയാഗ രംഗത്തെത്തി. ജൂലൈ 19 ചടങ്ങിൽ ഏകാധിപതി ഡാനിയൽ ഒർട്ടേഗ നടത്തിയ പ്രസ്താവനകൾ കരുത്തിനെയല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഭയത്തെയാണ് വെളിപ്പെടുത്തുന്നത്. നിക്കരാഗ്വയിൽ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല എന്ന് പറയുന്നതിലൂടെ തന്റെ ഭരണത്തിന് യാതൊരുവിധ ജനാധിപത്യ മത്സരങ്ങളും നേരിടേണ്ടി വരരുത് എന്ന സ്വന്തം ലക്ഷ്യമാണ് പരസ്യമായി സമ്മതിക്കുന്നത്. നിക്കരാഗ്വയിൽ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ല എന്ന് പറയുന്നതിലൂടെ തന്റെ ഭരണത്തിന് യാതൊരുവിധ ജനാധിപത്യ മത്സരങ്ങളും നേരിടേണ്ടി വരരുത് എന്ന സ്വന്തം ലക്ഷ്യമാണ് പരസ്യമായി സമ്മതിക്കുന്നതെന്ന് മരദിയാഗ തുറന്നടിച്ചു. 2018 പൗരപ്രക്ഷോഭങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ലിബറൽ ഡെമോക്രാറ്റിക് പ്രസ്ഥാനമാണ് റൂട്ടാ ഡെൽ കാംബിയോ. ഇടതുപക്ഷത്തോട് കൂറുപുലർത്തിയിരുന്ന കുടുംബത്തിൽ 1946 ഡാനിയൽ ഒർട്ടേഗ ജനിച്ചത്. അമേരിക്കയുടെ പിന്തുണയോടെ നിക്കരാഗ്വയിൽ ഭരണം നടത്തിയിരുന്ന സർക്കാരുകളെ എതിർത്തിരുന്ന സാൻഡിനിസ്റ്റ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് എന്ന സംഘടനയിലൂടെയാണ് ഒർട്ടേഗ രാഷ്ട്രീയ രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. പോലീസ് വേട്ടയിൽ നിന്ന് രക്ഷപ്പെടാനായി ക്യൂബയിലും മറ്റും ഒളിവ് ജീവിതം നയിച്ചിട്ടുണ്ട്. 1970കളിൽ അധികാരത്തിലിരുന്ന അനസ്താനിയ സോമോസ സർക്കാരിനെതിരെ കലാപം നടത്തിയവരുടെ മുൻനിരയിലുണ്ടായിരുന്നു ഡാനിയൽ ഒർട്ടേഗ. മാർക്സിസ്റ്റ് ഗറില്ലകളും കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളെ കൂടി ചേർത്ത് വിശാല മുന്നണി രൂപീകരിച്ചാണ് അനസ്താസിയ സോമോസ ഭരണകൂടത്തിനെതിരെ ഒർട്ടേഗയും സംഘവും പ്രക്ഷോഭം നടത്തിയത്. 1979 സോമോസ സർക്കാർ വീണതോടെ ഡാനിയൽ ഒർട്ടേഗ ഉൾപ്പെടുന്ന ഒരു 5-അംഗ ദേശീയ പുനർനിർമ്മാണത്തിനുള്ള സംഘം അധികാരത്തിൽ വന്നു. നിക്കരാഗ്വ സർക്കാർ സോവിയറ്റ് യൂണിയൻ ചേരിയിലേക്ക് അടുത്തുവെന്നാരോപിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ കോൺട്രാസ് എന്നറിയപ്പെട്ടിരുന്ന സർക്കാർ വിരുദ്ധ വിഭാഗങ്ങൾക്ക് CIA വഴി പണം നൽകിയെന്നാണ് ആരോപണം. ഇതേ തുടർന്ന് സർക്കാർ സേനയും വിമതരും തമ്മിൽ വർഷങ്ങൾ നീണ്ട ആഭ്യന്തര സംഘർഷത്തിലായി. 1,00,000-ഓളം പേർ ഈ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1984 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ 67% വോട്ടുകൾ നേടി ഒർട്ടേഗ പ്രസിഡന്റായി അധികാരമേറ്റു. 1990 നടന്ന തെരഞ്ഞെടുപ്പിൽ സാൻഡിനിസ്റ്റ വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥി വയലേറ്റ ചമോറ പരാജയപ്പെടുത്തി ഏവരെയും ഞെട്ടിച്ചെങ്കിലും
1996-ലും 2001-ലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു. 2006-ലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡാനിയൽ ഒർട്ടേഗ ജനാധിപത്യത്തിന്റെ നെടുംതൂണുകളായ കോടതി, നിയമനിർമ്മാണ സഭ എന്നിവയിൽ സാൻഡിനിസ്റ്റക്കാരെ കുത്തിനിറച്ച് ആ സ്ഥാപനങ്ങളെ പൂർണ്ണമായും തനിക്ക് അനുകൂലമാക്കി. ഇതോടൊപ്പം രാജ്യത്തെ മാധ്യമ സ്ഥാപനങ്ങളും പിടിച്ചെടുത്ത ഒർട്ടേഗയുടെ ബന്ധുക്കൾക്കും അടുത്തുള്ള സുഹൃത്തുക്കൾക്കും മേൽനോട്ട ചുമതല നൽകി. പിന്നാലെ ഭരണഘടനാ ഭേദഗതി വരുത്തി ജീവിതകാലം മുഴുവൻ പ്രസിഡന്റായി വാഴാനുള്ള വഴിയൊരുക്കി. ഇതോടൊപ്പം ഭാര്യ റൊസാരിയോ മുറിലോയെ അധികാരത്തിൽ ഒപ്പം കൂട്ടാനും ഒർട്ടേഗ മറന്നില്ല. 2016-ലും 2021-ലും തനിക്കൊപ്പം വൈസ് പ്രസിഡന്റായി മത്സരിച്ച ഭാര്യയെ 2025-ൽ രാജ്യത്തെയാകെ ഞെട്ടിച്ചുകൊണ്ട് ആജീവനാന്ത സഹപ്രസിഡന്റാക്കി. തനിക്ക് ശേഷം രാജ്യത്തിന്റെ ഭരണം ഭാര്യയിൽ ഭദ്രമാക്കിയ ശേഷമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പുകളും ഒർട്ടേഗ റദ്ദാക്കിയത്. പ്രതിപക്ഷ നേതാക്കളെയും നിശബ്ദരാക്കി രാജ്യത്ത് സമ്പൂർണ്ണ ഏകാധിപത്യം നടപ്പിലാക്കുകയാണ് ഡാനിയൽ ഒർട്ടേഗ. വെനസ്വേലയുടെ സോഷ്യലിസ്റ്റ് ഏകാധിപതിയായിരുന്ന പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോവിനെയും ഭാര്യയെയും രാത്രിയുടെ മറവിൽ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിക്കരാഗ്വയിലെ പരമാധികാരിയായ ഡാനിയൽ ഒർട്ടേഗയുടെ പ്രഖ്യാപനങ്ങളെക്കുറിച്ച് കമാന്നൊരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇറാനിലെ പ്രശ്നങ്ങളൊന്ന് ഒതുക്കിയ ശേഷം ട്രംപ് പ്രതികരിച്ചേക്കാം. അത് മറ്റൊരു ഭരണകൂട അട്ടിമറി ആയിരിക്കുമോ എന്ന് വരും നാളുകളിൽ കണ്ടറിയാം. വിമാനയാത്രയിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത്. നിലം തൊടാതെ 24 മണിക്കൂർ പറന്ന ഓസ്ട്രേലിയൻ വിമാന കമ്പനിയായ ക്വാണ്ടസിന്റെ എയർബസാണ് ചരിത്രമായി മാറിയത്. ക്വാണ്ടസിന്റെ സ്വപ്ന പദ്ധതിയായ പ്രോജക്റ്റ് സൺറൈസിന്റെ ഭാഗമായാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് ഫ്രാൻസിലെ ടുളൂസ് താവളത്തിൽ വിമാനം പറന്നിറങ്ങിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ രണ്ടാമതായി ട്രാക്ക് ചെയ്ത ആ വിമാനയാത്രയുടെ സ്വപ്നയാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാം. വിമാനയാത്രയുടെ ചരിത്രത്തിൽ ഒരു പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് ഖാൻഡസ് കമ്പനി. പ്രത്യേക മാറ്റം വരുത്തിയ ഖാൻഡസിന്റെ എയർബസ് A350-1000 ULR വിമാനം നിലം തൊടാതെ 24 മണിക്കൂർ പറന്നാണ് വ്യോമയാന ചരിത്രത്തിൽ വിസ്മയമായിരിക്കുന്നത്. പ്രതിസന്ധികൾ പലതും മറികടന്നാണ് ഈ റെക്കോർഡ് നേട്ടം. ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഫ്രാൻസിലെ ടുളൂസിൽ ഇറങ്ങിയപ്പോൾ അത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആകാശയാത്രയായി. വ്യോമയാന പ്രേമികൾ ഫ്ലൈറ്റ് റഡാർ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിലൂടെ ഈ യാത്ര ട്രാക്ക് ചെയ്തു. 2027ഓടെ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തു നിന്നും ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കും നോൺ സ്റ്റോപ്പ് വിമാന സർവീസ് ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന പ്രോജക്റ്റ് സൺറൈസ് പദ്ധതിയുടെ ഭാഗമായാണ് ചരിത്രയാത്ര നടത്തിയത്. മെൽബണിൽ നിന്ന് ജൂലൈ 27-ന് പ്രാദേശിക സമയം വൈകിട്ട് 5:27-ന് പുറപ്പെട്ട വിമാനം ടുളൂസിലുള്ള എയർബസ് ആസ്ഥാനത്ത് ജൂലൈ 28-ന് പ്രാദേശിക സമയം 9:52-ന് നിലത്തിറക്കി. ട്രാക്കിംഗ് വിവരപ്രകാരം അപ്പോഴേക്കും വിമാനം 24 മണിക്കൂർ 24 മിനിറ്റ് തുടർച്ചയായി സഞ്ചരിച്ചിരുന്നു. പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ അമേരിക്കയും കാനഡയും കടന്ന് അറ്റ്ലാന്റിക്കിന് കുറുകെ തെക്കൻ ഫ്രാൻസിൽ നിലത്തിറങ്ങുമ്പോഴേക്കും വിമാനം 23,075 കിലോമീറ്റർ ദൂരവും താണ്ടിയിരുന്നു. ലാൻഡിംഗ് സമയത്ത് 1,20,000-ഓളം ആളുകൾ ഫ്ലൈറ്റ് റഡാർ 24 വെബ്സൈറ്റിലൂടെ വിമാനത്തെ തത്സമയം നിരീക്ഷിച്ചിരുന്നു. ഫ്ലൈറ്റ് റഡാർ 24ന്റെ കണക്കുപ്രകാരം 3.6 മില്യൺ ആളുകൾ ട്രാക്ക് ചെയ്ത ഈ യാത്ര ഏറ്റവും കൂടുതൽ പേർ ട്രാക്ക് ചെയ്ത രണ്ടാമത്തെ യാത്ര എന്ന റെക്കോർഡും നേടി. എലിസബത്ത് രാജ്ഞിയുടെ ശവമഞ്ചവുമായി യാത്ര ചെയ്ത വിമാനമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ട്രാക്ക് ചെയ്ത വിമാനം. ടുളൂസിലെത്തിയ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് ഗോ അറൗണ്ട് പ്രകടനവും നടത്തി. വിമാനം ലാൻഡ് ചെയ്യാൻ റൺവേയിലേക്ക് താഴുന്നതിന് ശേഷം സുരക്ഷിതമായ സാഹചര്യം അല്ലെങ്കിൽ വിമാനത്തെ വീണ്ടും പറന്നുയർത്തുന്നതാണ് ഗോ അറൗണ്ട് എന്ന് പറയുന്നത്. 8 എയർബസ് ടെസ്റ്റ് ക്രൂ അംഗങ്ങളും ഖാൻഡസ് കമ്പനിയിലെ പൈലറ്റുമാരും 2 എയർബസ് എഞ്ചിനീയർമാരും ഉൾപ്പെടെ 12 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പസഫിക്കിന് മുകളിലൂടെ അമേരിക്കയും കാനഡയും പിന്നെ അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ ടുളൂസിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ 3 ഭൂഖണ്ഡങ്ങളും 2 സമുദ്രങ്ങളും 2 സൂര്യാസ്തമയവും 2 സൂര്യോദയവും പിന്നിട്ടായിരുന്നു വിമാനം ചരിത്രത്തിലേക്ക് പറന്നിറങ്ങിയത്. 2005-ൽ 22 മണിക്കൂർ 42 മിനിറ്റ് സഞ്ചരിച്ച് ഹോങ്കോങ്ങിൽ നിന്നും ലണ്ടനിലേക്ക് പരീക്ഷണാർത്ഥം പറന്ന ബോയിംഗ് 777-200 LR വിമാനത്തിന്റെ റെക്കോർഡാണ് മറികടന്നത്.
കാൻഡസ് എയർലൈൻസിന്റെ പ്രോജക്ട് സൺറൈസ് പദ്ധതിക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ട്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തെ നഗരമായ സിഡ്നിയിൽ നിന്നോ മെൽബണിൽ നിന്നോ യാത്ര തിരിക്കുന്ന വിമാനം ഇടത്താവളങ്ങളൊന്നുമില്ലാതെ ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ ലോകപ്രശസ്തമായ നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുകയാണ് പ്രധാന ലക്ഷ്യം. 12 വിമാനങ്ങളാണ് എയർബസ് A350 സീരീസിൽ നിർമ്മിക്കുന്നത്. ആദ്യം നിർമ്മിച്ച വിമാനത്തിന് വേഗ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നിലവിൽ ഫ്രഞ്ച് ടെസ്റ്റ് രജിസ്ട്രേഷനിൽ പറക്കുന്നുണ്ടെങ്കിലും 2027 ഏപ്രിലോടെ ഇത് ഔദ്യോഗിക കാൻഡസ് പട്ടികയിലേക്ക് കൈമാറും. 2027 ജനുവരിയോടെ സിഡ്നി, ലണ്ടൻ നോൺ സ്റ്റോപ്പ് സർവീസുകൾക്കായുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുമെന്ന് കാൻഡസ് അറിയിച്ചു. ദീർഘദൂര യാത്രകൾക്കായി 20,000 ലിറ്ററിലധികം ഇന്ധനം നിറയ്ക്കാവുന്ന രീതിയിൽ പ്രത്യേകം രൂപമാറ്റം വരുത്തിയ എയർബസ് A350 1000 ULR വിമാനമാണ് യാത്ര നടത്തിയത്. അൾട്രാ ലോങ് റേഞ്ചിന്റെ പരിഷ്കരിച്ച ഇന്ധന സംവിധാനം, ക്യാബിനിലെ ശബ്ദനില, വായുസഞ്ചാരം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം എഞ്ചിനീയർമാർ പുതിയ ദൗത്യത്തിൽ വിലയിരുത്തി. ലോകത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് നിർത്താതെ പറക്കുന്നതിനിടെ വഴിമധ്യേ ഇന്ധനം നിറയ്ക്കാതെ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ വിമാനത്തിന് കഴിയും. വലിപ്പമുണ്ടെങ്കിലും വളരെ കുറഞ്ഞ യാത്രാ സീറ്റുകളാണ് ഇതിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ആകെ 238 യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഇടം മാത്രമാണുള്ളത്. അതിൽ 6 ഫസ്റ്റ് ക്ലാസ് സ്യൂട്ടുകൾ, 52 ബിസിനസ് ക്ലാസ് സീറ്റുകൾ, 40 പ്രീമിയം എക്കോണമി സീറ്റുകൾ, 140 സാധാരണ എക്കോണമി സീറ്റുകൾ എന്നിങ്ങനെയാണ് ക്രമീകരണം. 20 മണിക്കൂറിലധികം നീളുന്ന യാത്രകളിൽ യാത്രക്കാർക്കുണ്ടാകുന്ന ക്ഷീണവും അസ്വസ്ഥതകളും മാറ്റാൻ കാലുകൾ നീട്ടിവെക്കാനും വിശാലമായ ഇടം ഉറപ്പാക്കിയാണ് സീറ്റിംഗ് ക്രമീകരണം. ദീർഘയാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ പ്രത്യേക വെൽനസ് സോൺ, വിശാല ക്യാബിൻ, മെച്ചപ്പെട്ട വായുസഞ്ചാര സംവിധാനം തുടങ്ങി പല സവിശേഷതകളുമുണ്ട്. പ്രീമിയം എക്കോണമി ക്ലാസുകളിലെ യാത്രക്കാർക്ക് വ്യായാമം ചെയ്യാനും സ്ട്രെച്ചിംഗ് ഹാൻഡിലുകൾ ഉപയോഗിക്കാനും സൗകര്യമുള്ളതാണ് വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വെൽനസ് സോൺ. യാത്രയുടെ സമയമേഖലയുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നതിനായി 12 വ്യത്യസ്ത ലൈറ്റിംഗ് മോഡുകളും ക്യാബിനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പൈലറ്റുമാർക്കുണ്ടാകാവുന്ന ശാരീരികവും മാനസികവുമായ ക്ഷീണം ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ക്രൂവിനെ മാറ്റും. പൈലറ്റുമാർക്ക് 4 മണിക്കൂറിന്റെ ഷിഫ്റ്റുകളായിരുന്നു ആദ്യ യാത്രയിൽ നൽകിയത്. ഓരോ 2 മണിക്കൂറിലും പൈലറ്റ് ക്രൂവിനെ പരസ്പരം മാറ്റിയിരുന്നു. മണിക്കൂറുകൾ ജോലി ചെയ്യുമ്പോൾ പൈലറ്റുമാർക്കും ജീവനക്കാർക്കും ഉറങ്ങാനും വിശ്രമിക്കാനും വിമാനത്തിനുള്ളിൽ പ്രത്യേക ക്രൂ റെസ്റ്റ് ബങ്സുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്രത്തോളം സൗകര്യങ്ങളുള്ള വിമാനത്തിലെ ടിക്കറ്റ് നിരക്ക് എത്രത്തോളം ഭീമമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.